അതായത് ഒരു കാരണവശാലും നിങ്ങൾ ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കാതെ ക്ലച്ചും ബ്രേക്കും ഒരുമിച്ച് ഇതുപോലെ യൂസ് ചെയ്യരുത്. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഡ്രൈവിംഗിലെ ഒരു സീക്രട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അതായത് ക്ലച്ചിൻ്റെയും ബ്രേക്കിൻ്റെയും പിന്നിൽ മറഞ്ഞിരിക്കുന്ന ചില രഹസ്യങ്ങൾ. ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വാഹനം ഏറ്റവും മികച്ച രീതിയിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ലച്ചും ബ്രേക്കും യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ. പ്രത്യേകിച്ച് നമ്മൾ ഒറ്റയ്ക്ക് ക്ലച്ച് ചവിട്ടുന്ന സമയത്തും ബ്രേക്ക് മാത്രം യൂസ് ചെയ്യുന്ന സമയത്തും ചെയ്യാൻ പാടില്ലാത്ത ചില മിസ്റ്റേക്കുകളുണ്ട്. അതുപോലെ തന്നെ ഇവ ഒരുമിച്ച് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന സമയത്തും ചെയ്യാൻ പാടില്ലാത്ത ചില മിസ്റ്റേക്കുകളുണ്ട്. ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏതൊരു വണ്ടിയും ഏറ്റവും മികച്ച രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ക്ലച്ചും ബ്രേക്കും എങ്ങനെ ശരിയായ രീതിയിൽ യൂസ് ചെയ്യണം, ക്ലച്ച് മാത്രമാണെങ്കിൽ എങ്ങനെ സെപ്പറേറ്റ് യൂസ് ചെയ്യാം, ബ്രേക്ക് മാത്രമാണെങ്കിൽ എങ്ങനെ സെപ്പറേറ്റ് യൂസ് ചെയ്യാം, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എന്തായാലും വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. കാർ ഡ്രൈവിംഗ് പഠിക്കുന്നവർ ശ്രദ്ധിക്കുക. അതായത് ഒരു കാരണവശാലും നിങ്ങൾ ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കാതെ ക്ലച്ചും ബ്രേക്കും ഒരുമിച്ച് ഇതുപോലെ യൂസ് ചെയ്യരുത്. പല ആൾക്കാർക്കും ഡ്രൈവിങ് ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ലച്ചും ബ്രേക്കും കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് പല ആൾക്കാർക്കും ധാരണയില്ല. പ്രത്യേകിച്ച് ഇത് ഒരുമിച്ച് ബാലൻസ് ചെയ്യേണ്ട രീതിയിൽ എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ സെപ്പറേറ്റ് നമ്മൾ ബ്രേക്കും ക്ലച്ചും എങ്ങനെ ബാലൻസ് ചെയ്യണമെന്ന് പല ആൾക്കാർക്കും ധാരണയില്ല. ഇപ്പം ഞാനത് നിങ്ങളെ കൃത്യമായിട്ടും കാണിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഇപ്പം നമ്മുടെ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. ഒരു വണ്ടി നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബ്രേക്കും ക്ലച്ചും എങ്ങനെ പ്രോപ്പർ യൂസ് ചെയ്യണം, നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത്, ആദ്യം ബ്രേക്കിൽ കാല് വെക്കുക, അതിനുശേഷം ക്ലച്ച് ചവിട്ടിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ആദ്യം ക്ലച്ചല്ല ചവിട്ടേണ്ടത്, ബ്രേക്കേ വരിക. ഓക്കെ, ബ്രേക്കേ വരുന്നു, ക്ലച്ച് ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഇനി വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്രേക്കിൽ നിന്ന് കാല് ആദ്യം എടുത്ത് ആക്സിലറേഷൻ പെഡലിൽ വെക്കുക. അതിനുശേഷം ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക. അവിടുന്ന് പതിയെ കാലയച്ച് ഒപ്പം ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വേണം നിങ്ങൾ വാഹനം എടുക്കാനായിട്ട്. അപ്പം ഈ ഒരു ടൈമിൽ നമ്മൾ ക്ലച്ചും ബ്രേക്കും യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി വണ്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യം ക്ലച്ച് ചവിട്ടുക. ഞാൻ ആദ്യം ക്ലച്ച് ചവിട്ടുന്നു, അതിനുശേഷം ബ്രേക്കിലേക്ക് വന്ന് വണ്ടി നിർത്തുക. ക്ലച്ചും ബ്രേക്കും യൂസ് ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ ഒരു വണ്ടി നമ്മൾ പതിയെ മുന്നോട്ട് എടുത്തിട്ട് പതിയെ നിർത്തുന്ന സമയത്താണ് ആദ്യം ക്ലച്ചിൽ വന്നിട്ട് ബ്രേക്കിൽ വന്ന് വണ്ടി നിർത്തിയത്. എന്നാൽ നമ്മുടെ വണ്ടി വളരെ വേഗത്തിൽ പോകുന്ന ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വണ്ടി നിർത്തേണ്ടത്, അതിനെങ്ങനെ ക്ലച്ചും ബ്രേക്കും യൂസ് ചെയ്യാം? വളരെ സ്പീഡിൽ പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇത് വണ്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തെടുക്കുന്നു, അതിനുശേഷം സെക്കൻഡിലേക്ക് ഇടുന്നു, വീണ്ടും വണ്ടിക്ക് ഞാൻ മൂവ് ആക്കുന്നു, തേർഡിലേക്ക് ഇടുന്നു. ഓക്കെ, ഇപ്പോൾ അത്യാവശ്യം സ്പീഡിൽ പോവാണ്. നമുക്കിവിടെ വണ്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്. സ്പീഡിൽ പോകുമ്പോൾ എന്ത് ചെയ്യണം, ആദ്യം നിങ്ങൾ വരേണ്ടത് ബ്രേക്ക് പെഡലിലേക്ക് വരിക. ബ്രേക്കിൽ വന്ന് വണ്ടി സ്ലോ ചെയ്തിട്ട് ക്ലച്ച് ചവിട്ടി വണ്ടി നിർത്തുക. അപ്പോൾ സ്പീഡിൽ പോകുന്ന ഒരു വണ്ടിയെ നിർത്താനായിട്ട് നിങ്ങൾ ക്ലച്ചും ബ്രേക്ക് യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ബ്രേക്കിൽ വന്ന് വണ്ടി സ്ലോ ചെയ്തിട്ട് ക്ലച്ചിലേക്ക് വരാനായിട്ട് ശ്രദ്ധിക്കുക. അല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം ക്ലച്ച് ചവിട്ടുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, വണ്ടിയുടെ വേഗത വീണ്ടും കൂടുകയാണ് ചെയ്യുന്നത്, നമ്മൾ വണ്ടി സ്ലോ ആകുന്നില്ല. അപ്പോൾ സ്ലോ ആകാനായിട്ട് ആദ്യം ബ്രേക്കിൽ വന്നിട്ട് വണ്ടി സ്ലോ ആയതിനു ശേഷം നമ്മൾ ക്ലച്ചും കൂടെ ചവിട്ടി കഴിഞ്ഞാൽ വണ്ടിയുടെ എഞ്ചിൻ ഇടിച്ച് ഓഫ് ആകത്തില്ല. പക്ഷേങ്കിൽ നമ്മൾ ആദ്യം ക്ലച്ചാണ് ചവിട്ടുന്നതെങ്കിലോ നിങ്ങളെ കാണിച്ചു തരാം, നല്ല സ്പീഡിൽ പോകുന്നു. ഇപ്പോൾ ഫോർത്തിൽ ഇങ്ങനെ പോവാണ്. വണ്ടി നിർത്താനായിട്ട് ആദ്യം ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ വണ്ടിയുടെ വേഗത ഇങ്ങനെ അങ്ങ് പോവാണ്, നമ്മുടെ വണ്ടി സ്ലോ ആകുന്നില്ല. നിർത്താനായിട്ട് ഒറ്റയടിക്ക് ബ്രേക്കിലേക്ക് വരുമ്പോൾ നമ്മൾ സഡൻ ബ്രേക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും, സ്പീഡിൽ പോകുന്ന വണ്ടിയെ ഇങ്ങനെ നിർത്തുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം ബ്രേക്കിൽ വന്ന് സ്ലോ ചെയ്തിട്ട് ക്ലച്ച് ചവിട്ടി വണ്ടി നിർത്താനായിട്ട് ശ്രമിക്കുക. പതിയെ ആണെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കേ വരിക. അതായത് പതുക്കെ ഇങ്ങനെ എടുത്തിട്ട് നിർത്തുന്നു, ആദ്യം ക്ലച്ച് ചവിട്ടുക, അതിനുശേഷം ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, കാരണം വണ്ടിക്ക് സ്പീഡ് കൂടുന്നില്ല. അതുകൊണ്ട് ആദ്യം ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. ബ്രേക്കും ക്ലച്ചും യൂസ് ചെയ്യുമ്പോൾ ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചില സാഹചര്യങ്ങളിൽ ബ്രേക്കും ക്ലച്ചും ഒരുമിച്ച് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. അതെപ്പോഴാണ്, അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം. അതായത് നമ്മൾ ഇപ്പം ഞാനിത് സെക്കൻഡ് ഗിയറിൽ പോകുന്നു, ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് ടേൺ എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഞാൻ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ എടുക്കുന്നു. ഇങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സന്ദർഭങ്ങളിൽ ചെറിയൊരു ഇറക്കത്തോട്ട് നമ്മുടെ വണ്ടി പോകുന്നതെന്ന് സങ്കല്പിക്കുക. ചെറിയൊരു ഇറക്കത്ത് പോകുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് സ്ലോ ചെയ്യണം.
തീർത്തും സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ് വരുന്നതെങ്കിൽ നമ്മൾ ബ്രേക്കിനോടൊപ്പം തന്നെ ക്ലച്ചും കൂടെ പിടിച്ചിട്ട് നമ്മൾ വണ്ടിയെ സ്ലോ ചെയ്യുക. അതായത് നമുക്ക് വണ്ടി നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രം. ഇല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കാലെടുത്തിട്ട് ബ്രേക്ക് പെഡലെ മാത്രം വെച്ച് നിങ്ങൾ വണ്ടി ഡ്രൈവ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ അതിനൊരു ഉദാഹരണം കാണിക്കാം. ഇപ്പം ഞാൻ തേർഡ് ഗിയറിൽ ഇങ്ങനെ പോവാണ്. എനിക്കിവിടെ വണ്ടി ഇതൊന്ന് സ്ലോ ചെയ്യണം. അതിന് എനിക്ക് ബ്രേക്ക് മതി. ഇവിടെ നമുക്ക് ക്ലച്ചിൻ്റെ ആവശ്യമില്ല. പക്ഷേങ്കിൽ നമ്മളിങ്ങനെ ബ്രേക്ക് ചെയ്ത് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ വരുന്നു. ഇപ്പോൾ ഇവിടുന്ന് ഒരു ബസ്സോ ലോറിയോ വരുന്നു. അപ്പോൾ എനിക്ക് വണ്ടി തീർത്തും സ്ലോ ചെയ്തിട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. അപ്പോൾ ആ ടൈമിങ്ങിൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ക്ലച്ചും കൂടെ ചവിട്ടിയിട്ട് തേർഡിലാണെങ്കിൽ സെക്കൻഡ് കൊടുത്തത് സൈഡിലേക്ക് ഒതുക്കി ഇവിടുന്ന് ഒരു വലിയ വണ്ടി വരുന്നുണ്ടെങ്കിൽ ആ വണ്ടിയെ കയറ്റിയിട്ട് ക്ലച്ചേ നയിച്ച് വീണ്ടും ബ്രേക്കേ നയിച്ച് ആക്സിലറേഷൻ കൊടുത്ത് പോവുക. ഇപ്പോൾ ഇവിടെ നോക്കുക. ഇവിടെ ഇങ്ങനെ ഒരു സന്ദർഭം, ഒരു ഇറക്കമാണ്. ഇവിടെ എൻ്റെ കാല് ബ്രേക്കേ വന്നാൽ മതി. പക്ഷെങ്കിൽ ചില സാഹചര്യങ്ങളിൽ കുത്തനെയുള്ള ഒരു ഇറക്കമാണ് ഇറങ്ങുന്നത്. നമുക്ക് വണ്ടി ഒന്ന് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ബ്രേക്കിനോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലച്ചിലേക്ക് വന്നൊന്ന് റെഡി ആയിട്ട് നിൽക്കുക. ചവിട്ടി താക്കാൻ പാടില്ല. റെഡി ആയിട്ട് നിന്നിട്ട് നമുക്ക് വണ്ടി സൈഡിലേക്ക് നിർത്തേണ്ട ഒരു സാഹചര്യം വരുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? പതിയെ ക്ലച്ച് ബ്രേക്കിനോടൊപ്പം തന്നെ ചവിട്ടി താഴ്ത്തി നിങ്ങൾ യൂസ് ചെയ്യുക. അല്ലാതെ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ പല ആൾക്കാരും ചെയ്യുന്നതാണ്, ആദ്യം ക്ലച്ച് അങ്ങ് ചവിട്ടി പിടിക്കും. ഒരു ഇറക്കം കാണുമ്പോൾ ആദ്യം ക്ലച്ച് അങ്ങ് ചവിട്ടി പിടിച്ചിട്ട് ബ്രേക്കേ വന്നിട്ട് ആ ഇറക്കം ഇറങ്ങി പോകാനായിട്ട് ശ്രമിക്കും. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അപകടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. നമുക്കൊരു വണ്ടി ഇറക്കത്തിറങ്ങി പോകുന്ന സമയത്ത് വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഗിയറിൻ്റെ പിടുത്തവും ഒപ്പം ബ്രേക്കിൻ്റെ പിടുത്തവുമാണ് ആവശ്യം. അപ്പം നമ്മളിപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് ഒരു ഇറക്കം ഇറങ്ങി വരുന്നതെങ്കിൽ സെക്കൻഡ് ഗിയറും ചെറിയൊരു ബ്രേക്കും ആണെങ്കിൽ ചെറിയ ഇറക്കങ്ങളിൽ നമുക്ക് ഒരു വാഹനത്തെ ഏറ്റവും സ്ലോ ചെയ്ത് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, ഇപ്പം നമ്മളിങ്ങനെ സെക്കൻഡിൽ പോകുന്നു. ഇനി ഞാൻ വണ്ടിക്ക് മൂവ് ആക്കുകയാണ്. ഓക്കെ, ഇത് ഇനി തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. ഇനി നിങ്ങൾ ഒരു കാരണവശാലും ബ്രേക്ക് യൂസ് ചെയ്യാൻ പാടില്ലാത്ത ചില സിറ്റുവേഷൻ പറയാം. ഇത് ഇപ്പോൾ ഇങ്ങനെ തേർഡിൽ പോവാണ്. തേർഡിൽ പോകുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ വണ്ടി ഒന്ന് സ്ലോ ചെയ്യേണ്ട സാഹചര്യം വരുന്നു. ആ ഒരു സമയത്ത് നിങ്ങൾ ബ്രേക്ക് യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വണ്ടിക്കൊക്കെ ഉള്ളത് പവർ ബ്രേക്ക് സംവിധാനമാണ്. അതായത് നമ്മുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പിൻ്റെ കനം വരെ ബ്രേക്കിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ചെറിയ രീതിയിലുള്ള ബ്രേക്കിംഗ് മാത്രം പരമാവധി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ ഫോർത്തിൽ ഇങ്ങനെ പോവാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ ഒരു വളവ് വന്നു. അപ്പോൾ എൻ്റെ കാലിൽ മെല്ലെ ബ്രേക്ക് വരികയാണ്. ഞാനൊന്ന് ചെറുതായിട്ട് തൊട്ട് മാത്രമാണ് ബ്രേക്ക് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ വണ്ടിയുടെ വേഗത കുറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ റണ്ണിങ് നിലനിർത്തി പോകാനായിട്ട് കഴിയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നോക്കി, ഇവിടെ ഒരു വളവ് വന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു ഫോർത്ത് ഗിയർ വളവ് തിരിയത്തില്ല എന്ന് മനസ്സിലായപ്പോൾ നിങ്ങൾ വീണ്ടും ക്ലച്ച് യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ് വരുന്നത്. അവിടെ നമ്മൾ ക്ലച്ച് ചവിട്ടിയിട്ട് തേർഡ് ഗിയറിലേക്ക് ഇടുക. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? അഡ്വാൻസ് ആയിട്ട് ക്ലച്ച് പെഡലിലേക്ക് ഇങ്ങനെ വന്ന് റെഡി ആയിട്ട് നിൽക്കുക. അതെ, അതിനർത്ഥം ചവിട്ടി താക്കുക എന്നുള്ളതല്ല. ഇപ്പം നിങ്ങളെ ഞാനത് കാണിച്ചു തരാം. ഇവിടെ ഒരു വളവ് വരുന്നു, ഞാൻ ബ്രേക്കേ വരുന്നു, ക്ലച്ചിലേക്ക് അഡ്വാൻസ് ആയിട്ട് വന്ന് വെക്കുവാണ്, ചവിട്ടി താക്കുന്നില്ല. എന്നിട്ട് നമ്മളിവിടെ ഗിയർ ഡൗൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടിയിട്ട് സെക്കൻഡിലേക്ക് ഇടുന്നു. കണ്ടോ, ഇതിപ്പോൾ ഇവിടെ നമ്മൾ ഒരുമിച്ചുള്ള ബ്രേക്കിൻ്റെയും ക്ലച്ചിൻ്റെ ഒരു ഉപയോഗമാണ് നമ്മൾ ചെയ്തത്. അല്ലാത്ത സാഹചര്യങ്ങളിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ചെറുതായിട്ട് കൊള്ളിച്ച് മാത്രം ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ക്ലച്ച് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. അനാവശ്യമായിട്ട് നിങ്ങൾ ക്ലച്ച് പെഡലിൽ കാലെടുത്ത് വെക്കരുത്. പല ആൾക്കാരും ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇപ്പം നിങ്ങൾ നോക്കുക, ഇവിടെ ഞാൻ അടുത്തൊരു ഗിയർ കൊടുക്കാനായിട്ട് ക്ലച്ചിൽ വന്നു, ക്ലച്ച് ചവിട്ടി ഗിയർ ഇടുന്നു. അതിനുശേഷം ഫ്ലോറിലാണ് എൻ്റെ കാലെടുത്ത് വെച്ചേക്കുന്നത്. ഇനി അടുത്തൊരു ഗിയർ കൊടുക്കാനായിട്ട് ഞാൻ ഫസ്റ്റ് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു. അടുത്ത് ഗിയർ കൊടുക്കാനായിട്ട് റെഡിയായി ക്ലച്ച് ചവിട്ടുന്നു, ഫോർത്തിലേക്ക് ഇടുന്നു. അതിനുശേഷം ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് വീണ്ടും എൻ്റെ കാലെടുത്തിട്ട് ഞാൻ ഫ്ലോറിലേക്ക് വെച്ചേക്കുകയാണ്. കണ്ടോ, അപ്പോൾ അനാവശ്യമായിട്ട് നമ്മളിവിടെ ഇങ്ങനെ കാലെടുത്ത് വെച്ച് ഡ്രൈവ് ചെയ്യാൻ പാടില്ല. കാരണം അങ്ങനെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ക്ലച്ചിന് കംപ്ലൈൻറ്റ് വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ട്രിക്കും കൂടെ പറയാം. നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് ചിലപ്പോൾ ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ എപ്പോൾ ക്ലച്ച് യൂസ് ചെയ്യണമെന്നുള്ളൊരു സംശയം വരും. അപ്പം എപ്പോഴൊക്കെ ക്ലച്ചും ബ്രേക്കും ഒരുമിച്ച് യൂസ് ചെയ്യാം, ബ്രേക്ക് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ചെറിയൊരു ഐഡിയ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.